ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ 27ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മുടെ ചലഞ്ച് തീരാറായി. എത്ര പെട്ടെന്നാലേ ഓരോ ദിവസങ്ങളും പോയത്. ഇനി നമുക്ക് 3 ദിവസം കൂടി മാത്രമേ ചലഞ്ച് തീരാനായിട്ടുള്ളൂ. എന്തായാലും എൻ്റെ ഡേ 1ലെ വെയിറ്റ് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഇനി 30 ദിവസം കൊണ്ട് എനിക്കുണ്ടായ മാറ്റം ഞാൻ നിങ്ങളിലേക്കും കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയിരുന്നില്ല. അതിന് ഞാൻ ആദ്യം തന്നെ സോറി പറയുന്നു. എന്തായാലും ഞാൻ ചെയ്യുന്ന രീതികളും എൻ്റെ ഫുഡ് പ്ലേറ്റ്സും എല്ലാവർക്കും ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതും അത് തന്നെയാണ്. ഞാൻ എങ്ങനെയാണോ എൻ്റെ 85 കിലോയിൽ നിന്ന് 62 കിലോ വരെയൊക്കെ ഞാൻ എത്തിയത്, ആ ഒരു രീതി എന്ത് ചെയ്തിട്ടാണോ ഞാൻ എത്തിയത് ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു സപ്ലിമെൻ്ററി ഐറ്റം കഴിച്ചതോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം സ്ഥിരമായിട്ട്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പട്ടയിട്ട വെള്ളം, ജീരകം ഇട്ട വെള്ളം, അങ്ങനെയൊക്കെ മുടങ്ങാതെ ചിലപ്പോൾ അത് കഴിച്ചുകൊണ്ട് ഗുണങ്ങളുള്ളവരുണ്ടായിട്ടുണ്ടാവാം. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം സ്ഥിരമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടതാണ് വീഡിയോസൊക്കെ. നോർമൽ തലേ ദിവസം തിളപ്പിച്ച നോർമൽ പ്ലെയിൻ വാട്ടർ അത് തന്നെ കുടിച്ചിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 ലിറ്റർ കപ്പിൽ ഞാൻ വെള്ളം എടുത്ത് വയ്ക്കും. അത് എഴുന്നേറ്റ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ അത്രയും വെള്ളം ഞാൻ കുടിച്ച് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അതിന് പുറമെ ഒരു 2 ലിറ്റർ വെള്ളം, അങ്ങനെ ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളം അടുത്ത് കുടിക്കുമായിരുന്നു. പിന്നെ വർക്കൗട്ട്, അതെന്തും ആയിക്കോട്ടെ, നമ്മൾക്ക് കാർഡിയോ ചെയ്യാം, വീടിനകത്തുള്ള സ്റ്റെപ്പ് കയറി ചെയ്യാം, പാട്ട് വെച്ചിട്ട് നമ്മൾ വെറുതെ ചുമ്മാ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്റ്റെപ്സ് വെച്ചിട്ടാകാം, നടക്കാൻ പോകുന്നതാവാം, ഓടാൻ പോകുന്നതാവാം, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാനൊരു 7000-8000 സ്റ്റെപ്സ് എടുത്ത് നടക്കുമായിരുന്നു. അപ്പോൾ അതിലൊന്നും മുടക്കം വരുത്തിയിട്ടില്ല. പിന്നെ ഡയറ്റ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഇപ്പോഴും കൊണ്ടുപോകുന്നു. ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ. പിന്നെ വാട്ടർ ഇൻടേക്ക്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ വെയിറ്റ് 85 വരെ എങ്ങനെ എത്തിയെന്ന് ഞാനിങ്ങനെ ഓരോ ദിവസങ്ങളിലും ചിന്തിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ അങ്ങനെ അത്രയും വെയിറ്റൊക്കെ വരെ ഞാൻ എത്തിപ്പോയി എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പലതവണ ഡയറ്റ് എടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു മാസം 2 മാസമൊക്കെ ഡയറ്റും കുറച്ച് ദിവസം വർക്കൗട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതൊന്ന് പാതി വഴിയിൽ ഉപേക്ഷിക്കുമായിരുന്നു. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ളൊരു വേ തിരഞ്ഞെടുത്ത് നമ്മൾ കുറച്ച് നാളത് ഫോളോ ചെയ്തു. പിന്നെ അത് ചെയ്യാതിരുന്ന് കഴിയുമ്പോൾ പിന്നെ നോർമൽ ഭക്ഷണം കഴിച്ച് വരുമ്പോൾ നമ്മളിപ്പോൾ 2 കിലോ ആ ഒരു ടൈമിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ 4 കിലോ ആയിട്ട് കൂടിയിട്ടുണ്ടാവാം. അങ്ങനെ ആയിരിക്കാം ഞാൻ 85 വരെ എത്തിയതെന്ന് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുമായിരുന്നു. ഞാൻ എങ്ങനെ അത്രയും വെയിറ്റ് എത്തിയെന്ന്. അപ്പോൾ എന്തായാലും അത്രയും വെയിറ്റിൽ നിന്ന് 60 എന്നുള്ളൊരു ഡിജിറ്റിലേക്ക് എത്തി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പറ്റിയ ഒരു ഫുഡ് പാറ്റേൺ അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചെടുത്തതാണ്. കാരണം എപ്പോഴും നമുക്ക് ഡയറ്റാണെന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും ഒഴിവാക്കി മാറ്റി നിർത്താനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു 30 ദിവസം 40 ദിവസം ഒക്കെ കൃത്യമായിട്ട് ഡയറ്റ് ചെയ്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് എനിക്ക് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കുറച്ച് ദിവസം ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കും. അത് കഴിഞ്ഞാൽ എപ്പോഴും ബാലൻസ് ആയിട്ട് നിൽക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾക്കറിയാം നല്ലതും ചീത്തയൊക്കെ അല്ലേ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിച്ച് കഴിക്കുക. ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കുക. പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർ, PCOD, തൈറോയിഡ്, അതല്ലാതെ ചിലർക്ക് ഫുഡിൻ്റെ അലർജിയൊക്കെ പറയുന്നുണ്ടായിരുന്നു റാഗിയുടെ സ്മൂത്തിയുടെ റെസിപ്പിയൊക്കെ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമോ ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരമോ നിങ്ങൾ അഭിപ്രായം ചോദിച്ചിട്ട് ഡയറ്റ് ചെയ്യുക. എൻ്റെ ഈ പറഞ്ഞ ഫുഡ് പ്ലേറ്റ്സൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടതാണ്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ അല്ലേ, റാഗി, ഓട്സ്, ഗോതമ്പ്, ചോളം, ഇങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ടുള്ള പലഹാരങ്ങളാണ് ഞാൻ മാറി മാറി ഓരോ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ചില കാര്യങ്ങളൊക്കെ തീർന്നിട്ട് നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തു. പിന്നെ അതേപോലെ ഡെയിലി 2-3 മുട്ട ഉൾപ്പെടുത്തുക.
ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ സാലഡ്, കുക്കുംബർ, ക്യാരറ്റ് മെയിനായിട്ട്. പിന്നെ അതോടൊപ്പം നമുക്ക് ഇലക്കറികൾ, ഇപ്പോൾ ചീര, പയറുവർഗ്ഗങ്ങൾ അതൊക്കെ കഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നത്. അല്ലാതെ പട്ടിണി കിടന്നിട്ടല്ല. പെട്ടെന്ന് വണ്ണം കുറയണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അതിനു വേണ്ടി വേറെ എളുപ്പത്തിലുള്ള മാർഗ്ഗങ്ങളൊന്നും തിരഞ്ഞെടുക്കാതെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളവർക്ക് കുറച്ചെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഇനിയും അങ്ങോട്ട് ബാലൻസ് ആയിട്ട് തന്നെ നിങ്ങളും മുന്നോട്ട് ഈ ഒരു യാത്ര തുടരുക. ഇനിയിപ്പോൾ ഈ 30 ദിവസം കഴിഞ്ഞു, ഓണത്തിൻ്റെ സെലിബ്രേഷൻസ് ഒക്കെ തുടങ്ങുകയാണ്. എനിക്കും അതെ, ഓഫീസിലാണെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും മോൻ്റെ സ്കൂളിലൊക്കെ ആണെങ്കിലും സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കണം. പിന്നെ ഫ്രണ്ട്സായിട്ടൊരു മീറ്റപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത റിസൾട്ട് ഒന്നും കളയാതെ, ഇപ്പോൾ നമുക്ക് ഫുഡ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് സദ്യ ആണെന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരം നമ്മളൊന്ന് ബാലൻസ് ചെയ്തിട്ട്, ഇപ്പോൾ നമുക്കൊരു ദിവസം കഴിക്കേണ്ട എത്രയാണോ കലോറി അതിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വേറെ ഒരു പ്രോബ്ലംസും, ഒരു ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡയറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വരുന്ന 18-ാം തീയതി നമ്മുടെ ചലഞ്ചൊക്കെ തീരെയാണ്. 19-ാം തീയതി രാവിലെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് എന്തായാലും അന്നേ ദിവസം ഉച്ചയ്ക്ക് എനിക്ക് എത്ര കിലോ കുറഞ്ഞു എന്നുള്ള റിസൾട്ട് ഞാൻ നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്തിരിക്കും. നിങ്ങൾക്കുണ്ടായ വ്യത്യാസങ്ങളും നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. തുടർന്നും അങ്ങോട്ട് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ നമുക്ക് നല്ല രീതിയിൽ, കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എനിക്കിതേപോലെ നിങ്ങളോട് വീഡിയോസും എൻ്റെ വെയിറ്റ് ലോസ് കാര്യങ്ങളൊക്കെ പറയാനുള്ള എൻ്റെ ഒരു മോട്ടിവേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് വേണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.